ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളയും ചെമ്പാക്കി. കട്ടിളയിൽ പൊതിഞ്ഞിരിക്കുന്നത് ചെമ്പ് പാളി എന്നാണ് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ സസ്പെൻഷനിലായ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് 2019 മെയ് 18 തയ്യാറാക്കിയ രേഖയിൽ ഒപ്പുവെച്ചത്. ചെമ്പെന്ന് രേഖപ്പെടുത്തിയാണ് സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. മഹസറിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, ഓരോ ദിവസവും കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഓരോ ദിവസവും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ശ്രീകോവിലിന്റെ വാതിലിന്റെ കട്ടിളയും ഇളക്കി അതിലെ സ്വർണവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം ഉദ്യോഗസ്ഥർ കൂടി ഏർപ്പെട്ട ഒരു വലിയ തട്ടിപ്പ്, ഇതെല്ലാം നടപ്പാക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കുകയായിരുന്നു സംശയം കൂടി വരികയാണ്. നേരത്തെ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന സംശയം ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ഇടപെട്ട് നടത്തിയൊരു വലിയ തട്ടിപ്പാണോ എന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് ഉദ്യോഗസ്ഥരുടെ തട്ടിപ്പിനുള്ള ഒരു നടത്തിക്കൊടുക്കാനുള്ള ഒരാളായിരുന്നോ പോറ്റി എന്നൊരു സംശയം കൂടി ബലപ്പെടുകയാണ്. അപ്പോൾ മാസ്റ്ററിന്റെ കൂടുതൽ ഉള്ളടക്കം പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷിജോ? സൈഫുദ്ദീൻ, ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അത് അവിടെ കൊണ്ടുപോകുന്നു, അത് ചെമ്പാണെന്ന് പറയുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളും പുറത്തു വരുന്നതിനിടയിലാണ് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ ഈ പറയുന്ന അവിടെ വെച്ചിരുന്ന കട്ടിളപ്പാളി പോലും അത് ചെമ്പായിരുന്നു, സ്വർണ്ണമല്ല. അവിടെ ആ കട്ടിളപ്പാളിയും ചെമ്പായിരുന്നു എന്നുള്ള ഒരു ശ്രീകോവിലുണ്ടായിരുന്ന കട്ടിളപ്പാളി ചെമ്പായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം അവിടെ ഉണ്ടായിരുന്ന കട്ടിളപ്പാളി സ്വർണം പൂശാൻ വേണ്ടി അത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതല്ലാതെ അത് സ്വർണ്ണമായിരുന്നില്ല. അതിനകത്ത് ഉണ്ടായിരുന്ന ചെമ്പ് പാളി അത് സ്വർണം പൂശാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മഹസറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി നേരിട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവാണ് ഇതിനകത്ത് ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ ഒത്താശകളും ഇതിനകത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വൻ ഗൂഢാലോചന തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ പറയുന്ന ശ്രീകോവിലിന് സമീപത്തുണ്ടായിരുന്ന കട്ടിള അവിടെയുണ്ട് സ്വർണം പൂശാൻ വേണ്ടി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുകയാണ് ചെയ്തത്. അതുപോലും സ്വർണ്ണമായിരുന്നില്ല. അപ്പോൾ അവിടെ അത് സ്വർണ്ണമല്ലായിരുന്നു എന്ന് പോലും രേഖപ്പെടുന്നതിന് പിന്നിൽ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണം ആര് കൊണ്ടുപോയി? നമുക്കറിയാം 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അതിനകത്ത് ചെമ്പ് തെളിഞ്ഞതോടുകൂടി അത് സ്വർണം പൂശാൻ വേണ്ടി ഈ പറയുന്ന ആൾക്ക് കൊടുത്തു വിട്ടു. അങ്ങനെ 2019 മുതൽ ഈ കഴിഞ്ഞ ദിവസം കോടതി ഇടപെടുന്നത് വരെ 2025 വരെ ഇതിനകത്ത് നടന്നിട്ടുള്ളത് വൻ ഗൂഢാലോചനയാണ്. ഏതാണ്ട് 4 കിലോയിലധികം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഈ മഹസറിലെ വിവരങ്ങൾക്ക് പുറത്തു വരുമ്പോൾ ഈ പറയുന്ന ഈ കട്ടിളപ്പാളിയിൽ അത് ചെമ്പായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണം എവിടെ പോയി? അതിനകത്ത് ഈ പറയുന്ന സ്വർണ്ണമല്ല അത് ചെമ്പ് മാത്രമാണ് എന്ന് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തുമ്പോൾ അത് ആരെ സഹായിക്കാൻ വേണ്ടിയാണ്? എന്തിന് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരുന്നു? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണം എവിടെ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ ദ്വാരപാലക ശില്പത്തിലുണ്ടായിരുന്ന സ്വർണ്ണപ്പാളി അതെവിടെ പോയി എന്നുള്ള ചോദ്യം ഇപ്പോഴുണ്ട്. അത് മറ്റാർക്കോ വിറ്റു, അത് കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റു എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പറയുന്ന ഈ ശ്രീകോവിലിന് സമീപത്തെ കട്ടിളയും ചെമ്പാക്കി മാറ്റിയെന്നുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം വരുന്നത്. അപ്പോൾ ശബരിമലയിൽ ഉണ്ടായിരുന്ന എല്ലാ സ്വർണവും അവിടുന്ന് കൃത്യമായിട്ട് ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് ആരൊക്കെ ഒത്താശ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് നിലവിൽ പ്രതിക്കൂട്ടിലാണ്, ദേവസ്വം വകുപ്പ് പ്രതിക്കൂട്ടിലാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അതിനും അപ്പുറത്തേക്ക് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ മുരാരി ബാബു അടക്കം ഇതിനകത്ത് ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ നേരത്തെ സൈഫുദ്ദീൻ ചോദിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഇതിനകത്ത് ഒരു വൻ ഗൂഢാലോചനയുണ്ട്, വൻ സംഘം തന്നെ ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അനുമാനിക്കേണ്ടി വരും. അപ്പോഴും പറയുന്നത് ഈ പറയുന്ന മുരാരി ബാബു ഒരു കാര്യത്തിന് ഉറച്ചു നിൽക്കുകയാണ്. അത് ചെമ്പ് തന്നെയാണ്, അത് ചെമ്പല്ല, അതിനെ ഞാൻ സ്വർണം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ നാളെ ഞാൻ കള്ളനാകില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഇന്നലെ മുരാരി ബാബു ചോദിച്ചിരുന്നു. അപ്പോൾ അത്രയും കോൺഫിഡൻസോട് കൂടി അദ്ദേഹം അത് പറയുമ്പോൾ ഇതിനകത്ത് എവിടെയാണ് ഗൂഢാലോചന നടന്നതെന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. എന്തായാലും സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കത്തി നിൽക്കുകയാണ്.
ഇതിനിടയിൽ ശ്രീകോവിലിന് സമീപത്തെ കട്ടിളപ്പാളിയും ചെമ്പാക്കി എന്നുള്ള, അല്ലെങ്കിൽ അത് ചെമ്പാണ് എന്നുള്ള തരത്തിൽ മഹസറിൽ എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെ എന്തൊക്കെ തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്, എവിടെയൊക്കെ കച്ചവടം നടന്നിട്ടുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതാണ്. ഇതിനകത്ത് മുൻ ദേവസ്വം മന്ത്രി, അതുപോലെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, അതുമാത്രമല്ല ദേവസ്വം ബോർഡ് ഇതിനകത്ത് എന്തൊക്കെ മറുപടികൾ പറയേണ്ടി വരും എന്നുള്ളതൊക്കെ വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടതാണ്. ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം ഈ സ്വർണ്ണപ്പാളിക്കപ്പുറത്തേക്ക്, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിക്കപ്പുറത്തേക്ക് ഈ ശ്രീകോവിലിന് സമീപത്തെ കട്ടിളപ്പാളിയും ചെമ്പാക്കി എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരമാണ്. ഏറ്റവും നിർണായകമായ ഞെട്ടിപ്പിക്കുന്ന വലിയ കൊള്ളയുടെ ചുരുളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കട്ടിളയും അത് ചെമ്പാക്കി മാറ്റിയിരിക്കുന്നു. അവിടെ നിന്ന് കൊടുക്കുമ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അത് ചെമ്പെന്ന് രേഖപ്പെടുത്തി കൊടുക്കുമ്പോൾ, നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ് സംശയം മുഴുവൻ പോയതെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഒക്കെ ഒരു ചെറിയ കണ്ണികൾ മാത്രമാണെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കോടികൾ വിലമതിക്കുന്ന ഈ സ്വർണ്ണപ്പാളിയും കട്ടിളയും ഒക്കെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത് വെറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയോ അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്ന സ്പോൺസറുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല, ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്ക് വരെ അന്വേഷണങ്ങൾ നീളേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണമോ SITയുടെ അന്വേഷണമോ പോലും പര്യാപ്തമല്ല എന്നുകൂടെ വരും. അവിടെയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു കേന്ദ്ര ഏജൻസി എന്ന ആവശ്യം കൂടി പ്രസക്തമാകുന്നത്. ജിൽസി, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം സ്വാഭാവികമായിട്ടും വേണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. പക്ഷേ അതിനിടയിലേക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു SIT രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താം എന്നുള്ള കാര്യം ഹൈക്കോടതി പറഞ്ഞതിനെ പ്രതിപക്ഷം പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. SIT എന്ന് പറയുമ്പോൾ കേരള പോലീസിനെയും സംസ്ഥാന സർക്കാരിനെയും ഹൈക്കോടതിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം തന്നെ, ഹൈക്കോടതിയാണ് പറയുന്നത് ഒരു SIT രൂപീകരിക്കണം, ആ SITയിൽ ഇന്നിന്ന ആളുകൾ വേണമെന്നുള്ളത്. അപ്പോൾ അത് ഹൈക്കോടതി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് മറ്റ് ഭാഗ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം അതിനെ സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് SITയുടെ അന്വേഷണം കൃത്യമായി നടന്നാൽ മാത്രമേ ഇതിനകത്ത് ഈ പറയുന്ന ആരൊക്കെ ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെ എല്ലാം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നുള്ള കാര്യം ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും ഒക്കെ പറയുന്നുണ്ട്. കുറ്റക്കാരായിട്ടുള്ള ഒരാളെയും ശിക്ഷിക്കാതിരിക്കില്ല, എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും എന്ന് CPM-ഉം സംസ്ഥാന സർക്കാരും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അന്വേഷണം കൃത്യമായി നടന്നാൽ, ഒരുപക്ഷെ ഇതിനകത്ത് പ്രതിപക്ഷം പറയുന്ന പോലെ ഒരു SIT അല്ല മറ്റൊരു കേരള പോലീസ് മാത്രമാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇതിനകത്ത് പല ആളുകളും സംരക്ഷിക്കപ്പെടും, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരില്ല, അങ്ങനെയുള്ള ആക്ഷേപം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഉന്നയിക്കും. ഇതിനകത്ത് ഇനിയിപ്പോൾ CBI പോലെ ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി വന്നില്ല എങ്കിൽ പോലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം SIT അന്വേഷിക്കുമ്പോൾ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ മറനീക്കി പുറത്തു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഓരോ മണിക്കൂറിലും ഓരോ ദിവസവും ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വൻ കൊള്ള തന്നെ, വൻ ഗൂഢാലോചനയും വൻ കൊള്ളയും ശബരിമലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പരിധിക്കപ്പുറത്തേക്ക് വസ്തുതയായിട്ട് തന്നെ കേരള പൊതുസമൂഹം കാണുന്നുണ്ട്. കാരണം ഇതിനകത്ത് പല കാര്യങ്ങളും പറഞ്ഞ് പലരും കൈ ഒഴിയുന്നുണ്ട്. കാരണം ഇത് ഞങ്ങളുടെ കാലത്തല്ല, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലത്താണ്, അതൊക്കെ അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ പ്രസിഡന്റുമാരുടെ കാലത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും. നമുക്കറിയാം 2019 ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിൽ ചെമ്പ് തെളിഞ്ഞു എന്ന് പറയുകയും അത് സ്വർണം പൂശാൻ വേണ്ടി സ്പോൺസർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുകയും ചെയ്തത്. അവിടേക്ക് കൊണ്ടുപോയത് പോലും മറ്റൊരു ചെമ്പ് പാളിയാണ്, അത് പിന്നീട് തിരിച്ചു കൊണ്ടുവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളിയിലെ തൂക്കം പോലും പിന്നീട് കുറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ പുറത്തു വരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്ന അവിടെ ഉണ്ടായിരുന്ന ശ്രീകോവിലിന് സമീപത്തെ കട്ടിളപ്പാളി പോലും ചെമ്പാക്കി മാറ്റിയത്. അപ്പോൾ ഇതിനകത്ത് അന്വേഷണം കൃത്യമായി നടന്നാൽ മാത്രമേ ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയും ആരൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം എന്തായാലും നിലവിൽ ക്രൈംബ്രാഞ്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ക്രൈംബ്രാഞ്ച് സംബന്ധിച്ച് സർക്കാരിന്റെ ഉത്തരവിറങ്ങണം, ഹൈക്കോടതിയെ വെള്ളിയാഴ്ചയാണ് അറിയിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടി തുടങ്ങി, വളരെ വേഗം തുടങ്ങി. അത് എത്രയും പെട്ടെന്ന് തന്നെ കുറ്റക്കാരെ കണ്ടെത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിലും വരും ദിവസങ്ങളിലുമൊക്കെ ശബരിമലയിൽ നിന്ന് പുറത്തു വരാൻ ഇരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.